ഒരു കമ്പനിയെ ഒരു മുതലാളിനെ സ്നേഹിച്ചിട്ടില്ല. എവിടെയും ഞാൻ ചെന്ന് സ്നേഹിച്ചിട്ടില്ല. ഇപ്പം എൻ്റെ അടുത്ത് നല്ല പോസിറ്റീവ് പറഞ്ഞ മുതലാളിമാർ വരെ ഉണ്ട്. പക്ഷെ ഞാൻ ആരും സ്നേഹിക്കാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന ജോലിനെ ഇപ്പം ഞാൻ ചാരിറ്റി പ്രവർത്തനമാണെങ്കിൽ ആ ചാരിറ്റിനെ സ്നേഹിക്കുക, നമ്മളെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് സ്നേഹിച്ച് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. അപ്പോൾ എന്താ ഒരു അലുമണി തൂക്കം പോലും പ്രതീക്ഷിക്കാൻ പാടില്ല. അതാ പലർക്കും പല അനുഭവങ്ങളുണ്ടാവും. കാരണം ഇതിലേക്ക് വരാത്ത തന്നെ പലതും ചെയ്തു കൊടുത്തിട്ട് കുടുങ്ങിയവരും ഉണ്ടാവും. ഇപ്പം നമ്മൾ ഇപ്പോൾ ചില സംഗതി ചെയ്തു കൊടുത്തിട്ട് ഒരാൾ സാധനം തരാമെന്നറിയും, നമ്മൾ വണ്ടിയോ സാധനങ്ങളോ അവിടേക്ക് പറഞ്ഞേക്കും. അവരപ്പം പറയണത് അത് കൊടുക്കാൻ പറ്റില്ല, അത് വേറെ ആൾക്ക് വേണമെന്ന് പറഞ്ഞേക്കണം പറഞ്ഞാൽ നമ്മൾ അവരോട് എന്ത് പറയുന്നുള്ളതായി, മനസ്സിലായി. മോശത്തരായി. അതൊക്കെ ഇതിൽ അനുഭവിക്കേണ്ടി വരും. പല സാധനം ഇതിൽ അനുഭവിക്കേണ്ടി വരും. ഒരുപാട് സംഗതികൾ അനുഭവിച്ചിട്ട് ചാടി പോയാൽ തന്നെ ഇതൊക്കെ നടക്കും. പക്ഷെ ഏത് പ്രതിസന്ധി നിങ്ങൾ വളരെ ഈസി. പക്ഷെ നമ്മൾ അത് ഇതെന്നുള്ളതാണ്. അതായത് നമ്മളത് ഏറ്റെടുത്ത് കൊടുക്കാന്നുള്ള നെയ്യത്ത് വെച്ച് കൊടുത്തിന് തുല്യമായി. ഒരു ഉറുപ്പ്യ ഒരാൾക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല യാദർശികമായിട്ട്. പക്ഷെ കൊടുത്തതിന് കൂലിയായി. നേരെ മറിച്ച് ഒരു തെറ്റ് നമ്മൾ ചെയ്യാൻ പോവാണ്, ആ തെറ്റ് ചെയ്താൽ മാത്രമേ ശിക്ഷ ഉള്ളൂ. ചെയ്തിട്ടില്ല, ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന് ശിക്ഷ ഇല്ല. നേരെ മറിച്ച് നമ്മളൊരു ഉപകാരം ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ അതിന് കൂലിയുണ്ട്. അത് തന്നെയാണ് അതിന്റെ പോസിറ്റീവ്. ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇത്രയും സംസാരിച്ചിട്ട് ഞാൻ പഠിച്ചത് ജീവിതത്തെ വെരി സിമ്പിൾ ആയിട്ട് കാണുക. ഒന്നും ഒരു മടിയോ അല്ലെങ്കിൽ ഒരു ഭാരമായിട്ട് കാണാതെ ഇതൊക്കെ നമുക്ക് പറ്റുന്നതാണ് ജീവിക്കുക. അത് അത്ര തന്നെ ഉള്ളു. ബെർണിനെ നേരിട്ട് അതാക്കുക. ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ചങ്കള അതിന്റെ ബാക്കിൽ അണിയറയില് ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കണാണ്. എനിക്ക് നിങ്ങളിൽ കാണുന്ന ഒരു ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഒരു ചങ്ങായി ഹൗസ് ഡ്രൈവർ ആയിരുന്നു, അബ്ദുറഹ്മാൻ, നമ്മളെ ചങ്ക. അതെ. ഇന്നൊരു വലിയൊരു ട്രാവലിന്റെ ബ്രാൻഡാണ്. അവരിപ്പോ ബഹ്റൈനിൽ തുടങ്ങി. അതുപോലെ നിങ്ങളുടെ ഈ ആത്മാർത്ഥത അല്ലെങ്കിൽ ഒരു പോസിറ്റീവ്നെസ് കണ്ടിട്ട് വലിയൊരു ബ്രാൻഡ് നിങ്ങളെ തേടിയെത്തണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഒന്നും ആഗ്രഹിക്കണില്ല. നിങ്ങളല്ല, ഞാനാണ് ആഗ്രഹിക്കുന്നത്. അല്ല, ഞാൻ ഒന്നിനും ആഗ്രഹിക്കണില്ല. നമുക്കിങ്ങനെ നേരം വെളുക്കണം, ആരെങ്കിലൊക്കെ നിന്ന് ഹെൽപ്പ് ചെയ്യണം, അത് കൊടുക്കണം, അത് കണ്ടിട്ട്. കാരണം എൻ്റെ അടുത്ത് കൊടുക്കാനില്ലല്ലോ. അത് സോഷ്യൽ മീഡിയയിൽ അവരുടെ സൗണ്ട് വേറെ രൂപത്തിലാക്കിയിട്ട് ആ സംഗതിനെ അവതരിപ്പിച്ചിട്ട് 4 ആൾ വന്നാൽ 2 ആൾക്കും കൂടി വേറെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുള്ള ചിന്താഗതി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിമെന്ന് 10 റുപ്യ കിട്ടണം, എനിക്ക് വേണം, അല്ലെങ്കിൽ ഇതാക്കണം എന്നോ, അല്ലെങ്കിൽ അങ്ങനെ ആക്കണമെങ്കിൽ ഞാനൊക്കെ എൻ്റെ പേരെ പൊളിച്ചെന്നാക്കും ആദ്യം. എൻ്റെ ഇപ്പം എത്തിക്കുന്ന തറവാട്, ഞങ്ങളെല്ലാവരും കൂടി അറവാട് ഞാൻ ഇതുവരെ അതിന്റെ ബാക്ക് ഭാഗത്ത് 2 റൂം വാർപ്പുണ്ട്. പക്ഷെ മൊത്തത്തിൽ പൊളിച്ച് നന്നാക്കാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല. ഉള്ളത് പറയാലോ, എൻ്റെ അടുത്ത് പൈസ ഇല്ല. പിന്നെ ഇപ്പോൾ നമ്മളെ അടുത്ത് പൈസ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ മൂത്ത ആളാണ്, നമ്മൾ മാറിപ്പോണം, അവിടെ വേറെ ഉണ്ടാക്കണം, അതുകൊണ്ട് ഇതൊക്കെ കൂടി ആകുമ്പോൾ നമുക്ക് താങ്ങാനുള്ള സാലറി എല്ലാം ഇവിടുന്ന് കിട്ടണം, അതിന് കുറവാണ്. അപ്പൊ പിന്നെ ഉള്ളതായിട്ട് ഓണം പോലെ തന്നെ അരി നമ്മളതായ എന്റർടൈൻമെന്റ് വീഡിയോസ് ചെയ്യുക, ജിഞ്ചിനാക്കിനാക്ക. പിന്നെ ഞാനങ്ങനെ വർത്തമാനം പറഞ്ഞാണ്ട് ഇരിക്കും. എത്ര ചോദിച്ചാലും നമ്മൾ ചിലപ്പം തീരില്ല, കടലായിട്ട് കിടക്കണേ. ഇതാണ് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ച ഇതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ മുന്നിൽ കുറേ ആളുകൾ റോൾ മോഡൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മളെ മനസ്സിൽ തോട്ടുണ്ട്. അപ്പോൾ നമ്മളെ കണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ വീഡിയോസ് കാണുന്നുണ്ടാവും. നന്ദിയുള്ളവനാവുക എന്നുള്ളതാണ്. അതെ, അത്ര തന്നെ ഉള്ളൂ. ഭൂമിയിൽ നടക്കുകയാണെങ്കിൽ പതുക്കെ നടക്കുക എന്നുള്ളതാണ്. അത് മരുത്തന്നെ. നിങ്ങൾക്കിപ്പോൾ ഉള്ളത് ഈ അനുഭവിക്കുന്ന സ്വത്ത് മുഴുവനും നിങ്ങളെ നന്ദിയുടെ തന്നെ ഉള്ളൂ. നമ്മളൊന്നും ഇങ്ങോട്ട് തിരിച്ചൊന്നും ഒരു മുട്ടസൂചി കിട്ടണമെന്ന് പ്രതീക്ഷിക്കണില്ല. അല്ലെങ്കിൽ എനിക്ക് നാളെ ഇത് കണ്ടിട്ട് ഒരു പേരുണ്ടാക്കി തരുന്നൊന്നും ഞാൻ വിചാരിക്കണില്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിക്കണമില്ല. ഞാനിപ്പോൾ പറമ്പ് ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആരോടും ഞാൻ പറമ്പ് നോക്കി വെച്ചിരിക്കണമെന്ന് എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ വീട് അങ്ങനെ കിടക്കുന്നുണ്ട്, പൊളിച്ച് നന്നാക്കി തരണം എന്ന് ആരോടും ഞാൻ പറയില്ല. പക്ഷേ എനിക്ക് ധൈര്യമായിട്ട് പറയാം, മറ്റുള്ളവൻ്റെ ഒരു കേസ് കൊടുത്തിട്ട് നിങ്ങൾ 6 കൊല്ലമായി ഓരവിടെ കിടക്കണേ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. ചില ആളുകൾ എൻ്റെ വീട് ഇങ്ങനെ വന്ന് നോക്കിയിട്ട് ഇതിനെക്കാട്ടി ഉസാറാണ് എൻ്റെ വീട്, ഞാൻ ഇപ്പം ഇയാളോട് എന്താ ചോദിക്കാന്ന് തിരിച്ചു പോണവരുണ്ട് നാട്ടില്. മനസ്സിലായി? അങ്ങനത്തെവരുണ്ട്. അതിനെക്കാട്ടി ഉഷാറിലാണ് അവർ ജീവിക്കണത്. കുടിക്കണ കഞ്ഞിയാണെങ്കിൽ അതിക്ക് ചിക്കൻ കൂട്ടുന്നവരാണ് ഈ കാരം. നമ്മ ഇതുവരെ കേട്ടത് ഹമീദ് കുറ്റൂറിന്റെ കഥയാണ്. ഒരുപാട് പാഠം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കും ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ജസാക്കല്ലാഹ് ഖൈർ.